ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ഓണമായിട്ട് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ഇടാണ്. ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ഒരു വ്ളോഗൊന്നും ഇടാത്തത്. എനിക്കറിയാം, ഞാൻ ഒരുപാട് ഷോർട്സ് തന്നെയാണ് ഇടുന്നത്. അത് കോളേജിൻ്റെ ഓരോരോ തിരക്കുകൾ കാരണവും പിന്നെ എനിക്ക് കോളേജിൽ പോകണ എല്ലാ ദിവസവും അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ കോളേജിലാണ് പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഓണത്തിൻ്റെ വ്ളോഗ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓണ സെലിബ്രേഷനും ഓണത്തിൻ്റെ എല്ലാ ഫുഡും കാര്യങ്ങളും പിന്നെ നമ്മൾ ഓണം ഷോപ്പിങ്ങും പിന്നെ പൂ വാങ്ങലും ഒക്കെ നമ്മൾ ഇന്ന് വ്ളോഗാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു വലിയ വീഡിയോ ആണെങ്കിൽ നമ്മൾ അത് 2 പാർട്ടായിട്ട് നമ്മൾ ഇടുന്നതാണ്. നാളത്തെ ഓണം സെലിബ്രേഷന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ മട്ടന്നൂരേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എന്ത് സാധനങ്ങൾ മേടിക്കാൻ ഒക്കെ ഇപ്പോൾ മട്ടന്നൂർ തന്നെയാണ് പോകുന്നത്. പൂവൊക്കെ വാങ്ങാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അമ്മയും അച്ഛനും പിന്നെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണമാകുമ്പോഴേക്ക് അച്ഛനൊക്കെ നാട്ടിലെത്തിയിട്ടോ. നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നു. എനിക്കും ഹയക്കും ഡ്രസ്സ് എടുക്കാൻ വന്നു. അപ്പോൾ അവിടുത്തെ ഓണത്തിൻ്റെ പൂക്കളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അവരും രാവിലെ തന്നെ, നമ്മൾ രാവിലെ പോയത്, അപ്പോൾ രാവിലെ തന്നെ ഓണം പൂക്കളൊക്കെ അവർ ഒരുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെറ്റ് ഷോപ്പ് പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് മീനിൻ്റെ ഫുഡും പിന്നെ നമ്മുടെ കാറ്റിൻ്റെ ഫുഡൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ ഓണത്തിന് സാധനങ്ങൾ വാങ്ങണ്ടേ, അവർക്കും വാങ്ങണ്ടേ. അപ്പോൾ അവർക്കും ട്രീറ്റ് കൊടുക്കണ്ടേ. ഞാൻ വിചാരിച്ചു കുറച്ച് ഫുഡൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല സ്പെഷ്യൽ ഫുഡ് അവർക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കാറ്റ്സിന് സിപ്പപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സന്തോഷത്തിൽ പോയി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ, അമ്മക്ക് ചുരിദാറൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ പോയി. പിന്നെ നമ്മൾ പൂവിൻ്റെ സെക്ഷനിൽ പോയിട്ടോ. അപ്പോൾ പൂവ് വാങ്ങാൻ പോയപ്പോൾ മട്ടന്നൂർ സ്റ്റാൻഡിലുണ്ടായിരുന്നു. പിന്നെ സ്റ്റാൻഡ് സൈഡിലൊക്കെ പൂ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നല്ല റേറ്റ് പോലെ എനിക്ക് തോന്നി. നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൂക്കളെ വാങ്ങിയിട്ടുള്ളൂ. എന്നാലും നമ്മൾ നല്ല വലുതായിട്ട് തന്നെ ഇടാൻ പറ്റുന്ന പോലെ തന്നെ കുറച്ച് പൂക്കളാണ് വാങ്ങിയത്. ഉത്രാടത്തിനുള്ള പൂക്കളും നമ്മൾ വെച്ച് സെറ്റാക്കി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ലൈമും മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങാൻ പോയി. പിന്നെ കുറച്ച് സാധനങ്ങൾ അടുപ്പിക്കണ്ടേ ഓണത്തിനുള്ള, അതും വാങ്ങാൻ പോയി. അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പൂക്കളാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെ ഓണം ആഘോഷിച്ചതൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ.